ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പരസ്പരമുള്ള സ്നേഹം. ഈ പരസ്പര സ്നേഹം എവിടെ വച്ച് അവസാനിക്കുന്നു അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ചിലപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് വളരെ ഭ്രാന്തമായിട്ടായിരിക്കും നിങ്ങളെ വ്യക്തി സ്നേഹം നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതായിരിക്കും. അപ്പോൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി നിങ്ങളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതിന് കുറച്ച് സൂചനകൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ചിന്ത എന്ന് പറയുന്നത് ഓവറായി കഴിയുമ്പോൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങളെന്ത് ചെയ്യുന്നു, അങ്ങനെ എപ്പോഴും എതിരും ഒരുമാതിരി ഓവർ പൊസസീവ്നെസ് കാണിക്കുമ്പോൾ അതൊരു തരം ഭ്രാന്തമായിട്ടുള്ള സ്നേഹമായിട്ടാണ് മാറുന്നത്. പക്ഷേ സ്നേഹവും എല്ലാം നല്ലതാണ്, പക്ഷേ ഓവറായിട്ടുള്ള എന്താ പറയുക ഈ പൊസസീവ്നെസ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹത്തിനും വേണം ഒരു അതിർവരമ്പ്. ആ അതിർവരമ്പ് എപ്പോഴും ലംഘിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല, അതൊരു സ്നേഹത്തിൻ്റെ അടയാളം തന്നെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ അന്ധമായിട്ട് അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അവർ അമിത പ്രാധാന്യം കൊടുക്കുകയും അമിത ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തിരുന്നാൽ പോലും പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ അത് വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാവും. അതിലും കൂടി ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതിൽ നിന്നുകൂടി ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം ഓരോ തീരുമാനങ്ങൾ എടുക്കുക. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ കൂടി കുറച്ച് പ്രാധാന്യം കൊടുക്കണം. മറ്റൊരാൾ പറഞ്ഞത് ഇപ്പോൾ ആരാണെങ്കിൽ കൂടി, ലവറാണെങ്കിലോ അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ കൂടി നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടേതായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ കുറച്ചെങ്കിലും ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ ആരുടെ സഹായമോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, എനിക്ക് ആരുടെ സഹായമില്ലാതെ ഞാൻ സ്വപ്രയത്നത്താൽ, ശരിയായിരിക്കാം, കഠിന പ്രയത്നത്താൽ ഉയർന്നു വന്നു. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ചെറു തരിയെങ്കിൽ കൊണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായം എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ബോധപൂർവം മറക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഹങ്കാരം കൊണ്ട് മറക്കുന്ന. നമുക്കൊരിക്കലും ആരുടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ സഹായം വേണ്ടി വന്നിട്ടുള്ളവരാണ്. നമ്മളതെല്ലാം ബോധപൂർവം മറക്കുന്നതാണ്. പക്ഷേ ഈ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിലെന്ന് പറയുമ്പോൾ സഹായമുള്ളപ്പോൾ മാത്രം വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ചില മനുഷ്യരങ്ങനെയാണ്, നമുക്ക് അവരെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവർക്ക് ഇപ്പോൾ ഫോൺ വിളിക്കുക, ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത്, ഇപ്പോൾ അവരെ കൊണ്ടൊരു ആവശ്യമില്ലാത്ത സമയത്ത് അവർ ചിലപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ചിന്തിക്കാറില്ല. അതിപ്പോൾ അവർക്കൊരു ഏതൊരു സാഹചര്യത്തിൽ കൂടി ആ വ്യക്തി കടന്നു പോകുമ്പോൾ കൂടിയാണെങ്കിൽ പോലും അവരെ ബോധപൂർവ്വം അങ്ങോട്ട് മറക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെയുള്ളൊരു ബന്ധങ്ങൾ ഒരിക്കലും നല്ലൊരു ബന്ധമല്ല. നമുക്ക് കാര്യം കാണാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ബന്ധം, അപ്പോൾ പ്രണയബന്ധം ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ളൊരു ബന്ധമായിക്കോട്ടെ, ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്ര നല്ലൊരു കാര്യമല്ല. സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ബന്ധം. അതിപ്പോൾ പ്രണയമായിക്കോട്ടെ, എന്തൊരു തരത്തിലുള്ള ബന്ധമായാലും ഏറ്റവും നല്ലൊരു ബന്ധം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലൈഫിലെ നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ വിളിയോ അല്ലെങ്കിൽ ഒരു സംസാരമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചേർത്ത് നിർത്തിയിരുന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമുക്കൊരു പ്രശ്നമുണ്ടാവുന്ന സമയത്താണ്. പ്രശ്നം നമുക്ക് താങ്ങാൻ പറ്റാതെ വരും എന്നുള്ള സമയത്ത് ഒരു ചേർത്ത് പിടിക്കലിലൂടെയൊക്കെ നമ്മളുടെ ഒരുപാട് ചിലപ്പോൾ മനസ്സിനൊരാശ്വാസം. അപ്പോൾ ആ സമയത്ത് പോലും നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുന്ന കുറേ ചില ഈഗോ കൊണ്ടൊക്കെ അവോയ്ഡ് ചെയ്യുന്നവരെ ഒരിക്കലും, അതുപോലെ പ്രണയത്തിലായാൽ പോലും ഒരിക്കലും ചേർത്ത് നിർത്തേണ്ട ആവശ്യമേ ഇല്ല. അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്ത് കൂടിയിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ പ്രണയമാണ്, ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരക്കാരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. അത് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ മാത്രമാണ് എന്താ പറയുക ഉദവുകയുള്ളൂ.
സ്നേഹിക്കുന്നതിനും അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും കുറ്റം പറയൽ, കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുക, എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാൾക്കുള്ള പുറത്ത് നിൽക്കുന്ന വ്യക്തിക്കുള്ള ഒരു കൂച്ചുവിലങ്ങായിട്ട് മാറില്ല. അതും ചിലപ്പോൾ ബന്ധം വഷളാവാനായിട്ട് കാരണം. എന്തിനും ഏതിനും ഒരു എന്താ പറയുക, ഒരു ലിമിറ്റേഷൻസ് വേണം. അപ്പോൾ ലിമിറ്റേഷൻസ് വേണം. അതുപോലെ തന്നെ ഈ വഴക്ക് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഒരു വഴക്ക് നമ്മളിപ്പോൾ വഴക്ക് എന്ന് പറയാൻ നമ്മൾ പറയാറുണ്ട്, സാധാരണ പറയാറുണ്ട്, ഇഷ്ടം കൂടുതലുള്ളിടത്താണ് എപ്പോഴും വഴക്കുണ്ടാവുക എന്ന്. അതൊക്കെ സത്യമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അസത്യമായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഏത് ബന്ധത്തിലാണെങ്കിലും വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അകൽച്ച കൂടുകയുള്ളൂ. അതുകൊണ്ട് ബന്ധങ്ങളിൽ അകൽച്ച വരാതെ ഒരു ബന്ധം പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. പ്രണയത്തിൽ എന്ന പോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ഇതുപോലെയാണ്. ചില ഭ്രാന്തമായിട്ടുള്ള സ്നേഹമായിരിക്കും അവർക്ക് എന്ന് പറയുന്നത് തൻ്റെ പങ്കാളിയോട്. അപ്പോൾ ഈ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് പോലെ തന്നെയാണ് സ്നേഹം കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാം ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രണയമായാലും ജീവിതമായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ മുകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഭ്രാന്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെയും അതിൻ്റെ ദൂഷ്യവശങ്ങളും എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.